ഹായ് ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇപ്പൊ അമ്മു ചേച്ചി ഇവിടെ ഇല്ല, അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഒരു കണ്ടന്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് എല്ലാവരുടെയും ഹൂനോമീറ്റർ കഴിഞ്ഞപ്പം ലാസ്റ്റ് ഇവൻ്റെ ഹൂനോമീറ്റർ എടുക്കാമെന്ന് വിചാരിച്ചു. ക്വസ്റ്റ്യൻസ് എല്ലാം പുള്ളിക്കാരൻ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ചലഞ്ചിലോട്ട് കിടക്കാം. യെസ് ഗൈസ്, അപ്പോൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം പുള്ളിക്കാരൻ ക്വസ്റ്റ്യൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ നോട്ട് തന്നെ എഴുതുകയാണ്. എനിക്കിഷ്ടമുള്ള സാധനം എടാ പപ്പന് സൂര്യന് സെയിം ഇഷ്ടമാണ്. പക്ഷെ എനിക്കറിയത്തില്ല, ഞാൻ മാങ്കോ എഴുതി വെച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് കാർട്ടൂൺ. അതെനിക്കറിയാം. ചിക്കോർ വണ്ടിയാണ്. രണ്ടുപേർക്കും പോയിന്റ്. ഫേവറേറ്റ് വെജിറ്റബിൾ പാവയ്ക്കാണ് ഇഷ്ടം. ക്യാരറ്റ് ആണ്. ഫേവറേറ്റ് സോപ്പ് എനിക്കറിയത്തില്ല, ഞാൻ ഒന്നും എഴുതുന്നില്ല. എനിക്കറിയത്തില്ല ഇത് ശരിയാണോ തെറ്റാണോ? ഞാൻ എഴുതിയ ചെമ്പരത്തി എന്നാണ്. അത് പിന്നെ കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ഒന്നും എഴുതാത്തൊന്നും വിഷയമില്ല. അടുത്ത ചോദ്യം, ഫേവറേറ്റ് മൂവി. അഞ്ചാമത്തെ ചോദ്യമാണ്. റീസെന്റ് ആയിട്ട് ഇതായിരിക്കണം. ആണോ? അത് തന്നെ എഴുതി. അല്ല, ഇതൊന്നും നിന്റെ ഇഷ്ടപ്പെട്ട സിനിമ വേറൊന്നുമില്ലേ? ഇപ്പൊ ഞാനിതൊക്കെ വെച്ചു കൊടുക്കുമ്പോഴല്ല. ഇവന് സാധാരണ സിനിമ ഒന്നും ഇഷ്ടമില്ലല്ലോ. പക്ഷെ റീസെന്റ് ആയിട്ട് കണ്ടത് ഇഷ്ടപ്പെട്ട സിനിമ അത്ര ചോദിക്കും. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ഗൈസ്, ഇന്ന് ഞാൻ മുറ്റത്തോട്ടിറങ്ങിയപ്പോ ഒരു ഡൊറാഡോ പിക്സി പോയി. എനിക്കൊന്ന് പറഞ്ഞു നടക്കണം. ഇത് എന്നാ അവൻ പറഞ്ഞതിന് കലീഫയുടെ ഡോൺ വയലറ്റ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വല്ലപ്പോഴും ഒക്കെ കാണുന്നില്ലേ? അടുത്ത ചോദ്യം ചെയ്ത് ഫേവറേറ്റ് ഗോഡ്. എടാ നീ എന്തോടുത്തോണ്ടിരിക്കുവാ? അതും കറക്റ്റാ. രണ്ടുപേർക്കും 2 പോയിന്റ്. ശിവനാണ് ഉത്തരം. എന്റെ ഞക്കടി ഫാനാണ്. കൊള്ളാവോ? ഇത് പല ആൾക്കും വർക്കാവത്തില്ല, കൊള്ളത്തില്ല. എട്ടാമത്തെ ചോദ്യത്തിലോട്ടാണ്. ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ. അത് പിന്നെ അതിന്റെ കളർ വെച്ച് തന്നെ ഞാൻ കറക്റ്റാ. എടാ എല്ലാവർക്കും ഈ വീട്ടിലെ ഇഷ്ടപ്പെട്ട ഒരേ ഒരു ഫ്ലേവറേ ഉള്ളൂ. അമ്മച്ചിക്ക് ഇഷ്ടമല്ലല്ലോ. എടാ നമ്മള് പിള്ളേരുടെ കാര്യമാ പറഞ്ഞേ. അവനിരുന്ന് സ്ട്രോബെറിയാണ് ഗൈസ്. പറഞ്ഞില്ലേ? ഇരിക്കട്ടൊന്നും കൂടെ. അടുത്ത 9ാമത്തെ ചോദ്യം, ഫ്ലേവർ അല്ല ഫേവറേറ്റ് ഫ്ലവർ. എടാ ഇനി ഇത് മാറ്റും. ഇത് ശരിയാവും. ചെറുതായിട്ട് ഞാൻ നോക്കിപ്പോയി, ഞാനൊന്ന് കണ്ടുപോയി. പക്ഷെ അവൻ അതല്ല എഴുതിയേക്കുന്നത്. അത് തെറ്റാണെന്ന് പറഞ്ഞോണ്ട് അവനത് എഴുതിയില്ല. ചെമ്പരത്തി. ഞാൻ ഒന്ന് പറഞ്ഞു പോയി. ഞാൻ ഇവിടെ ഒരു ചെമ്പരത്തിയോ എന്തോ കാര്യത്തിനാടാ ചെയ്ത്. സൂര്യൻ ഇങ്ങനെ ചെമ്പരത്തി തല വെച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടായിരുന്നു. ആടാ ഉണ്ടടാ, ചെവിയിലല്ല. ഉത്തരത്തിനനുസരിച്ച് അതിന്റെ കളർ വെച്ചിട്ട് എഴുതാൻ സാധനം വെച്ചിങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു. വെറുതെ തള്ള കേട്ടോണ്ടിരിക്കാൻ നേരമില്ല. 10ാമത്തെ ചോദ്യം, ഫേവറേറ്റ് ആക്ടറോ? ഒരു ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വേറൊരാളാകും. എനിക്കറിയത്തില്ല സത്യം. ആ മോഹം മാറി കഴിഞ്ഞാൽ മറ്റേ അല്ലല്ലോ, മനസ്സിലായോ? അതാ വ്യത്യാസം. അവർക്ക് 2 പേർക്കും പോയിന്റ്
പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് 11ാമത്തെ ചോദ്യം. 11ാമത്തെ അല്ല ആ, 11ാമത്തെ ചോദ്യം. ഇവന് എന്നാ ഫേവറേറ്റ് 6. എനിക്ക് കറക്റ്റ് ഇതറിയത്തില്ല, എന്നാലും ഞാനൊരു ഇത് എഴുതുവാണ്. കറക്റ്റ് കറക്റ്റ് കുത്തുവായില്ല. കറക്റ്റ് ആ, BMW. ഗൈസ് ഇനി BMW M4 കോമ്പറ്റീഷൻ തള്ളിയതാണ്. കോമ്പറ്റീഷൻ അടുത്ത ചോദ്യം. അടുത്ത 12ാമത്തെ ചോദ്യം. 12ാമത്തെ ചോദ്യം. 12ാമത്തെ ഫേവറേറ്റ് ബേർഡ്. ബേഡോ വേഡോ ബേർഡ് ബേർഡ് വേർഡ് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ കാണുമോ? ഫേവറേറ്റ് പക്ഷി. എടാ എങ്ങനെയായിരുന്നു സ്പെല്ലിങ്? കറക്റ്റ് നോക്കരുത്. അല്ല അല്ല അല്ലേ പീകോക്ക്. അല്ല സോറി. ദേശീയ പക്ഷിയാണ്. ഉപ്പചേച്ചിക്ക് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇവന് ഓക്കേ. 0. അല്ല, എടാ, 0. പോടാ. 13ാമത്തെ ഇവനൊരു ചോദ്യം പറ. 13ാമത്തെ ചോദ്യം പറ. 13ാമത്തെ ചോദ്യം ഫേവറേറ്റ്. എടാ പോടാ, എണ്ണാൻ അറിയത്തില്ല. ഫേവറേറ്റ് ആനിമി. പപ്പന് സ്പീഡിൽ എഴുതാനുള്ള കഴിവ് ദൈവം തന്നിട്ട് അവൻ ഞെക്കടിപ്പേനെ കൊണ്ട് യെസ് ഗൈസ്, അപ്പൊ നീ എഴുതിക്കുക. അവൻ ഞെക്കിക്കൊണ്ടിരിക്കുക. എടാ ഞാൻ പറയട്ടെ, അവൻ ഒരു ഡീമൺ സ്ലെയർ DS എന്നാ എഴുതിയേ. ഞാൻ ഡീമൺ സ്ലെയർ എന്ന് കറക്റ്റ് വരിയിൽ എഴുതി. എന്നിട്ട് നിനക്ക് കൊറേ സമയം, എനിക്ക് കുറച്ച് സമയം. എന്തോ ഇത് 14ാമത്തെ ചോദ്യം. 14ാമത്തെ ചോദ്യം ഫേവറേറ്റ് ആനിമി ക്യാരക്ടർ. തോന്നിയിട പക്ഷെ എനിക്ക് ആ പുള്ളിക്കാരന്റെ പേര് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ വേറൊരാളുടെ പേര് എഴുതി വെക്കുവാണ്. എന്തായാലും ഇതല്ല. അല്ല അത് തന്നെ ഞാൻ സെലിത്സു. ഇവന് യുറീച്ചിയാണ് ഗൈസ് ഇഷ്ടം. കാണുന്നവരുണ്ട് കമന്റ് ചെയ്യട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ കാണത്തില്ല. എനിക്ക് സെലിത്സുവിനെ ഇഷ്ടം. ഇവൻ രണ്ടും പറഞ്ഞു നടക്കും. അവൻ രണ്ടുപേരും ഇഷ്ടമാണ്. അടുത്ത 15ാമത്തെ ചോദ്യമാണ് ഫേവറേറ്റ് ഫുഡ്. മിക്കവാറും ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട സാധനമായിരിക്കും. ജസ്റ്റ് ഇങ്ങനെ ക്ലൂ കൊടുക്കാൻ പാടുണ്ടോ? മക്കള് കുറച്ച് കയറി ഇരുന്നേ, അതിനെ കാണത്തില്ല. ബിരിയാണിയാണ്. അതെ തെറ്റാണ്. പൊറോട്ട. എന്താടാ എത്ര പണ്ട് പൊറോട്ടയായിരുന്നു ഇഷ്ടം. ആണാണ്. ഇവന് നേരത്തെ പൊറോട്ട ആയിരുന്നു ഇഷ്ടം. ഇവൻ പൊറോട്ടയും ചിക്കനും അല്ല എന്തേലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം അടുത്ത് ചോദ്യം ചെയ്യും. 16ാമത്തെ ക്വസ്റ്റ്യൻ ഫേവറേറ്റ് ആനിമൽ. 16ാമത്തെ അതെ ലാസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ. എടാ ഈ പോലെ എന്തുവാ? ഞാനും തന്നെ എടാ ഞാൻ ടൈഗർ എഴുതിയേ. ടൈഗർ ചീറ്റയോ ഇവനോ? ആഫ്രിക്കക്കാരന്റെ വീഡിയോ ഉണ്ട്. എന്തായാലും എടാ എണ്ണി നോക്കാം എത്ര മാർക്ക് ഉണ്ടെന്ന്. യെസ് ഗൈസ്, അപ്പൊ അങ്ങനെ നമ്മൾ ചലഞ്ച് കഴിഞ്ഞു. പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തു. നിനക്ക് എത്ര മാർക്കുണ്ട്? സ്റ്റാൻഡേർഡ് പിടിച്ചതാ. എനിക്ക് 11 മാർക്കുണ്ട്. അപ്പൊ വിന്നർ ഈസ് കുപ്പച്ചേച്ചി. ഓഹോ പുച്ഛം കണ്ടില്ലേ? അപ്പം 2 പോയിന്റിനും ഇവൻ വിട്ടെന്നു പറയാൻ പറ്റത്തില്ല. 2 പോയിന്റിന് മാത്രമാണ് ഞാൻ തോറ്റേക്കുന്നത്. ഭയങ്കര വലിയ പോയിന്റ് ഒന്നുമില്ല. അതെ, ഇവൻ വേറെ എന്താണ്ട് ആലോചിച്ചോണ്ടിരിക്കോ രാവിലെ ഞാൻ ഒരു ഒറ്റമീനെ കണ്ടു. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് എനിക്ക് ആലോചിച്ചു. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതാ ഇവിടെ കഴിയുകയാണ്. ആവേശമായി തീരാറായതുകൊണ്ട് ഇതുവരെ പപ്പൻ ചാരി കിടക്കുമായിരുന്നേ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ തീരെയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ, സീ യു ആൻഡ് ലവ് യു.